ടർക്കിഷ് ഓർഗൻസയിൽ ആപ്ലിക്കോക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. ട്രാൻസ്പെറൻസി ഇല്ല സാരിക്ക്, നമുക്ക് വൺ ലെയറിൽ ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ആ ഒരു വൈറ്റ് ത്രെഡിലുള്ള സ്കാലപ്പിലായിരിക്കും ബോർഡർ വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു വൈറ്റിന് തന്നെ ഫ്ലോറൽ ഡിസൈൻസിലുള്ള ആപ്ലിക്കോക്കിലെ സാരി വരുന്നത്. നമുക്ക് നോർമലി കാണുന്ന പോലെ അങ്ങനെ ഓർഗൻസ സാരീസ് എപ്പോഴും ട്രാൻസ്പെറന്റ് ആയിരിക്കും, പക്ഷേ ഇത് നമുക്ക് വൺ ലെയറിലും ഡ്രേപ്പ് ചെയ്യാം കേട്ടോ. ട്രാൻസ്പെറന്റ് അല്ല സാരി. ഇപ്പോൾ ഞാൻ വൺ ലെയറിലാണ് കാണിക്കുന്നത്, കണ്ടോ, ട്രാൻസ്പെറൻസി ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. നല്ല കളർ പാലറ്റിലുമാണ് സാരി വന്നിരിക്കുന്നത്. നല്ലൊരു പേർപ്പിൾ ബ്ലെൻഡഡ് ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഈ ഒരു ടോണിൽ നമ്മൾ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ആ ഒരു ലോവർ ഏരിയയിലായിരിക്കും ആ ഒരു ആപ്ലിക്കോക്ക് വന്നിട്ട് സ്കാലപ്പിലുള്ള ബോർഡർ വരുന്നുണ്ട്. ഇതാണ് സാരി വൺ ലെയറിൽ. നോൺ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് സാരി വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഈ ഒരു സ്റ്റൈലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഫുൾ ആ ഒരു വൈറ്റ് ത്രെഡിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു കോറൽ പീച്ചാണ് സാരി വന്നിരിക്കുന്നത്. ആ ഒരു ആപ്ലിക്കോക്കും പാറ്റേൺ എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത്, നമ്മൾ വെബ്സൈറ്റ് വഴി വാങ്ങുകയാണെങ്കിൽ നോ ഇഷ്യൂസ്, അവിടെ ഒരു പ്രശ്നമില്ല. നമ്മൾ വാട്സാപ്പ് വഴി വാങ്ങുമ്പോൾ നമുക്ക് ഒരു വാട്സാപ്പ് നമ്പർ ആണുള്ളത്, 9947135468. അതേ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ ഗൂഗിൾ പേ നമ്പർ, 9947135468. ആ ഒരു നമ്പർ നമ്മൾ ഗൂഗിൾ പേയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ക്ലൗഡ് സെൻസിന്റെ ലോഗോയോട് കൂടിയുള്ള ഒരു എംബ്ലം വരും. അതാണ് വരേണ്ടത്. അതല്ലാതെ വേറൊരു പേരോ വേറോ ഇതോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്കാം ആയിരിക്കും, അത് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ്. ക്ലൗഡ് സെൻസിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ നമ്മളത് പേയ്മെന്റ് ചെയ്യാവുള്ളൂ. അതല്ലാതെ വേറൊരു പേരിലോട്ടേക്ക് നമ്മൾ പേയ്മെന്റ് ചെയ്യരുത്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരികയാണ്, കാരണം ഇനിയും കസ്റ്റമേഴ്സ് ചതിക്കുഴിയിൽ പെടരുത്. കാരണം ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണിത്. അതുകൊണ്ടാണ് ഞാനിത് ഒരു അലേർട്ട് തരുന്നത്. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ക്ലൗഡ് സെൻസിന് ലോഗോ വന്നെങ്കിൽ മാത്രമേ അതിലോട്ട് പേയ്മെന്റ് ചെയ്യാവുള്ളൂ. അതാണ് നമ്മുടെ അക്കൗണ്ട് വരുന്നത്. ഓക്കെ, ഇനി സാരീനെ പറ്റി പറയാം. സെയിം സ്റ്റൈൽ, അതേ പാറ്റേൺ തന്നെയാണ്. ഫ്ലോറൽ ഡിസൈൻ, സ്കാലപ്പ് ബോർഡർ, മുന്താണി സെയിം പാറ്റേൺ. ബ്ലൗസ് വരുമ്പോൾ അതേ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും ഇങ്ങോട്ട് എല്ലാ സാരീസിന്റെയും ബ്ലൗസ് വരുന്നത്. സോഫ്റ്റ് ടർക്കിഷ് ഓർഗൻസ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നോൺ ട്രാൻസ്പെറന്റ് ആണ് മെറ്റീരിയൽ. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ സാരി. സെയിം ഡിസൈൻ. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് സാരി വന്നിരിക്കുന്നത്. ഫുൾ ആപ്ലിക്കോ വിത്ത് സ്കാലപ്പ് ബോർഡർ, റണ്ണിങ് പല്ലു, ആ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ഓക്സ്ഫോർഡ് ബ്ലൂ ആണ് സാരി വന്നിരിക്കുന്നത്. ഓക്സ്ഫോർഡ് ബ്ലൂ വിത്ത് വൈറ്റ്, അതേ ആപ്ലിക് വർക്ക് വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. അടുത്ത കളർ ഒരു മോ ബ്ലെൻഡഡ് പീച്ചാ വന്നിരിക്കുന്ന സാരി. നല്ലൊരു ഷെയ്ഡ് ആട്ടോ. സെയിം സ്റ്റൈൽ, അതേ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം പാറ്റേൺ വിത്ത് സ്കാലപ്പ് ബോർഡർ ആൻഡ് പല്ലു. അടുത്ത സാരി വീണ്ടും ആ ഒരു പേർപ്പിൾ ബ്ലെൻഡഡ് ലാവൻഡർ, ഒരു വയലറ്റും ലാവൻഡറും ജാമുൻ ഷെയ്ഡ് എല്ലാം കൂടിയുള്ള ഒരു ബ്ലെൻഡഡ് ടോണിലാണ് സാരിയുടെ ബേസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്നത്. ആ ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇതുവരെ കാണിച്ചതിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഫ്ലോറൽ ഡിസൈൻസിന്. ഇതും അതേ ആപ്ലിക്കോക്കിൽ തന്നെയാണ് വരുന്നത്. ഇത് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ആപ്ലിക്കോക്ക് വരുന്നത്. വളരെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. വിത്ത് സ്കാലപ്പ് ബോർഡർ, ബ്ലൗസ് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്കിലുള്ള ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ പറയുകയാണെങ്കിൽ ആ ഒരു മോ ബ്ലെൻഡഡ് പീച്ച് തന്നെ സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ, അതേ പാറ്റേൺ തന്നെ. നമുക്ക് നല്ല എളുപ്പത്തിൽ ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. ടർക്കിഷ് ഓർഗൻസ ആണ്, ഫ്രഷ് ഫീലുള്ള ടർക്കിഷ് ഓർഗൻസ ആണ്. നോൺ ട്രാൻസ്പെറന്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് വിത്ത് സ്കാലപ്പ് ബോർഡർ, ആ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും എല്ലാ സാരീസിന്റെ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. യെല്ലോ, പേസ്റ്റൽ യെല്ലോ വിത്ത് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഫുൾ ആപ്ലിക് വർക്ക് വിത്ത് പല്ലു. സെയിം സ്റ്റൈൽ തന്നെ കേട്ടോ. ഓക്സ്ഫോർഡ് ബ്ലൂ ആണ്, വൈറ്റ് ആപ്ലിക് വർക്ക് വിത്ത് പല്ലു. ഓർഗൻസ ഫാബ്രിക് നോർമലി ട്രാൻസ്പെറന്റ് ആയിരിക്കും സാരീസ് വരുന്നത്. അപ്പം ഓർഗൻസ ഓപ്റ്റ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട് ട്രാൻസ്പെറൻസി കാരണം. അവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഈ ഒരു സാരിയുടെ പ്ലസ് പോയിന്റ് പറയുകയാണെങ്കിൽ ഇത് ട്രാൻസ്പെറന്റ് അല്ല സാരി വന്നിരിക്കുന്നത്. ക്രഷ് ടർക്കിഷ് ഓർഗൻസ ആണ് സാരിയുടെ ഫാബ്രിക്, പക്ഷേ നോൺ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് സാരി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഗൻസ ഇഷ്ടമുള്ള എല്ലാവർക്കും നമുക്കിത് ഓപ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ വൺ ലെയറിലാണ് കാണിക്കുന്നത് കേട്ടോ. സാരി ട്രാൻസ്പെറന്റ് അല്ല മെറ്റീരിയൽ വരുന്നത്, കണ്ടോ. സിംഗിൾ ലെയറിലാണ് സാരി വിത്ത് അതേ വൈറ്റ് ആപ്ലിക് വർക്ക് വിത്ത് സ്കാലപ്പ് ബോർഡർ. അവർ ചെസ്റ്റ് പോർഷനും പല്ലും വരുമ്പോൾ ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും എല്ലാ സാരീസും വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പോൾ ആസ് യൂഷ്വൽ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ആ ഒരു ലോവർ ഏരിയയിലായിരിക്കും, ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരുന്നത്. ബ്ലൗസ് വരുന്നത് ആ ഒരു വൈറ്റിൽ തന്നെ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലാണ്. സെയിം സ്റ്റൈൽ ബ്ലൗസ്.